വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്ററിന് വളരെ രുചികരമായി തന്നെ വ്യത്യസ്തമായ രീതിയിൽ ഒരു കട്ട്ലറ്റ് ആയാലോ. അപ്പോൾ ചെറിയൊരു ട്വിസ്റ്റോടു കൂടെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ കട്ട്ലറ്റ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പൊട്ടാറ്റോ, അതുപോലെ തന്നെ 400 ഗ്രാം ബ്രസ്റ്റ് പീസ്, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും അതുപോലെ തന്നെ പൊട്ടാറ്റോയും രണ്ടും ഒരുമിച്ചാണ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുക്കറിൽ ഒരു 3 വിസിൽ കൂക്കിയിട്ടുണ്ട്. ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂണ് ഉലുവയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് ഞാനിത് രണ്ടും കൂടെ ഒരുമിച്ച് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു 3 മീഡിയം സൈസ് സവാള കൊത്തിയരിഞ്ഞത്, ചെറുതാക്കി അരിയുക. അതാണ് 3 എണ്ണം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് കൊത്തിയരിഞ്ഞിട്ട് വെക്കുക. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെക്കുക. പിന്നെ വേണ്ടത് ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 4-5 പീസ് അല്ലി വെളുത്തുള്ളി, ഒരു ടീസ്പൂണ് ജീരകം, വലിയ ജീരകം, ഒരു 3-4 ചുവന്ന മുളക്, വറ്റൽമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി പൊടികളായിട്ട് വേണ്ടത്, ആദ്യമായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ പെപ്പർ പൊടി നമുക്ക് ഇനി കൂടുതൽ എരി വേണ്ടവർക്ക് കൂടുതൽ യൂസ് ചെയ്യാം. എന്തായാലും പെപ്പർ പൗഡറാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്, അല്ലാണ്ട് ചുവന്ന മുളകൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ചുവന്ന മുളക്, വറ്റൽമുളക്, പെരുംജീരകം, ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്യണമെന്നില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള മസാല. പാൻ ചൂടാക്കി നമ്മൾ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ മസാലക്കൂട്ടുണ്ടല്ലോ, അത് ആദ്യം ആ എണ്ണയിലോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള 3 എണ്ണമാണ് നമ്മൾ നേരത്തെ എടുത്തത്. അപ്പോൾ അങ്ങനെ ആ സവാളയും കൂട്ടി ഈ മസാല ഒന്ന് മിക്സാക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത്, അപ്പോൾ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. അങ്ങനെ സവാള ഒന്ന് വഴണ്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ എടുത്ത് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. വല്ലാണ്ട് അരയണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ നേരത്തെ മൂപ്പിച്ചെടുത്ത മസാലയിലിട്ട് ചിക്കന് ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കണ്ട, ജസ്റ്റ് ആ എണ്ണയിലൊന്ന് സോട്ട് ചെയ്ത് എടുക്കുക. നമ്മൾ മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്, എങ്കിൽ കൂടെ ഉപ്പ് ചിലപ്പോൾ ആവശ്യമുണ്ടാവും, അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് മല്ലിയിലയും, പുതിന വേണ്ട ഇതിന്, കറിവേപ്പിലയും മല്ലിയിലയും രണ്ടും ഒരു കയ്യിൽ ഒരു പിടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും, അതുപോലെ തന്നെ ഗരം മസാല, ഇപ്പോഴാണ് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കേണ്ടത്. ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ മിക്സിങ് ഒന്നും കൂടെ എളുപ്പപ്പണിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു കുഴിയുള്ള ബൗളിലേക്ക് ആഡ് ചെയ്ത് പൊട്ടാറ്റോ ഒക്കെ ഒന്ന് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. ഒരു തവി യൂസ് ചെയ്തിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ക്രീം ചീസ്. ക്രീം ചീസ് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ നല്ല മസാലയ്ക്ക് തന്നെ ഒരു പ്രത്യേക സ്വാദ് വരും. ഇനി ക്രീം ചീസ് ഇല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് ട്രയാങ്കിൾ ഷേപ്പ് ചീസ് ഉണ്ടാവില്ലേ, ആ ചീസ് ഒരു 2 എണ്ണം ആഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ കൈവെള്ളയിൽ കുറച്ച് എണ്ണ പരട്ടിയിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള മസാല ഈ ഒരു ഷേപ്പിൽ, കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാവുമല്ലോ, ഒരു ഓവൽ ഷേപ്പിൽ പരത്തി എടുക്കാം.
എനിക്കിവിടെ ഒരു 18 കട്ട്ലറ്റ് ഇതേ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, ഓവൽ ഷേപ്പിൽ. അപ്പോൾ നമ്മൾ ആ ഒരു 400 ഗ്രാം ചിക്കനും 3 പൊട്ടാറ്റോയും കൊണ്ട് നമുക്ക് 18 കട്ട്ലറ്റ് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 10 ബ്രെഡ് പൊടിച്ചതെടുത്തിട്ടുണ്ട്, 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഒരു 3 മുട്ട, അതിൻ്റെ മഞ്ഞ കളയണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാല്, പശുവിൻ പാല് 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്ത്, പിന്നെ അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡറും, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഓൾറെഡി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ ഷേപ്പാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ഓരോന്നും ഈ ഒരു മുട്ട മിക്സിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ബ്രെഡില്ലേ, ബ്രെഡിൻ്റെ പൗഡറിൽ പൊതിഞ്ഞെടുക്കണം. അങ്ങനെ ഓരോ കട്ട്ലറ്റും നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ചെയ്തെടുക്കാം. അങ്ങനെ ഈ 18 കട്ട്ലറ്റും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം മുട്ടയുടെ മിക്സിലും പിന്നീട് ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ല ചൂടുള്ള എണ്ണയിൽ നമ്മൾ ഓരോ കട്ട്ലറ്റും നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്, അല്ലാണ്ട് ഷാളോ ഫ്രൈ അല്ല. അപ്പോൾ ഓയിലൊക്കെ അത്യാവശ്യം വേണം, കട്ട്ലറ്റൊക്കെ അതിൽ മുങ്ങിയിരിക്കണം, എങ്കിലേ അത് പൊട്ടിപ്പോവാണ്ടിരിക്കുള്ളൂ. ഇനി നിങ്ങൾ നാളെയോ അതുപോലെ പിന്നീടാണ് കട്ട്ലറ്റ് പൊരിച്ച് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ ഫ്രീസറിൽ നല്ലൊരു അടപ്പോട് കൂടിയിട്ടുള്ള ഡബ്ബയിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ പൊരിച്ച് എടുക്കാവുന്നതാണ്. നാളെ മറ്റന്നാളോ അങ്ങനെയൊക്കെ ആയിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, അത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ തരാൻ കണ്ടില്ല, നല്ല മുരിഞ്ഞ നല്ല അടിപൊളിയായിട്ട് തന്നെ കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ ബാച്ചും ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കണം. ഓയിലിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല അത്യാവശ്യത്തിന് ഓയിൽ ഉണ്ടായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ക്രഞ്ചിനെസ്സോട് കൂടിയിട്ടുള്ള കട്ട്ലറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഈസ്റ്ററിന് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ആ മസാലയുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ തരുന്നുണ്ട്. നമ്മൾ ആ ക്രീം ചീസൊക്കെ ആഡ് ചെയ്തില്ലേ, അപ്പോൾ ഒരു വേറെ സ്റ്റൈൽ, നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് എടുത്ത് പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.